ഹായ്, ഞാൻ നെക്സോറ. നമുക്ക് ഈ ഭാഗത്തിൽ സാറയുടെ കൊലയ്ക്ക് പിന്നിലെ കൊലയാളിയെ കണ്ടെത്താം. സാറ എല്ലാ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വപ്നം കണ്ടവൾ. സെപ്റ്റംബർ 1 സാറ കൂട്ടുകാരെ കാണാൻ വേണ്ടി അവരുടെ സീക്രട്ട് ബേസിൽ പോകുന്നു. അന്നേ ദിവസം കില്ലർ സാറയെ കിഡ്നാപ്പ് ചെയ്യുന്നു. സാറയെ കാണാണ്ടായിട്ട് 10 ദിവസത്തിനു ശേഷം സാറയുടെ മരിച്ച നിലയിലുള്ള ബോഡി പോലീസ് കണ്ടെത്തുന്നു. എന്തിനു വേണ്ടി, എന്തുകൊണ്ട്? പോലീസിന്റെ ഈ 2 ചോദ്യങ്ങൾക്ക് ഒരു ചെറിയ തെളിവ് പോലും കിട്ടിയില്ല. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കേസ് അന്വേഷിക്കുന്നതിന് മുമ്പായി ആ കേസിൽ അടങ്ങിയ വ്യക്തികളെ കുറിച്ച് നാം പഠിക്കണം. മരിച്ച വ്യക്തിയെക്കുറിച്ച് പഠിക്കണം. എന്നാലേ നമ്മുടെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഒരു ക്ലൂ എങ്കിലും ലഭിക്കുകയുള്ളൂ. പിന്നെ ആ 2 ചോദ്യങ്ങൾ എന്തായിരിക്കുമെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം സാറയെക്കുറിച്ച് അറിയാം. സാറ ജനിക്കുന്നത് 2004 സഞ്ജയ്, റിനു എന്നിവരാണ് അവളുടെ പേരൻസ്. സാറ മരിക്കുന്നതിന് മുമ്പായിട്ടുള്ള അവളുടെ ഹൈറ്റ് എന്നത് 164 സെന്റിമീറ്ററും വെയിറ്റ് എന്നത് 50 കിലോഗ്രാമും ആയിരുന്നു. സഞ്ജയ് ഫാക്ടറിയിൽ ഓഫീസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിനു ഹൗസ് വൈഫ്. വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഫാമിലിയാണ് അവരുടേത്. സാറ അവരുടെ ഒറ്റ മകളാണ്. സ്കൂളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ സാറയുടെ പേരിലോ കൂട്ടുകാരുടെ പേരിലോ യാതൊരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനാൽ സാറയ്ക്ക് വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സാറയുടെ 1ാം ക്ലാസ് മുതലേ ഉള്ള കൂട്ടുകാരാണ് അയന്ന, അംബിത, ആയിഷ. ഇവരുടെ അമ്മയ്ക്ക് ഒറ്റ പ്രസവത്തിൽ ജനിച്ചവരാണ് ഇവർ. അതിനാൽ 3 പേരെയും കാണാൻ ഒരുപോലെ തന്നെയാണ്. ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ ആയതിനാൽ അവർക്കൊരു സീക്രട്ട് ബേസും ഉണ്ടായിരുന്നു. പതിവ് പോലെ സാറയും കൂട്ടുകാരും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർ മീറ്റിംഗ് കൂടുമായിരുന്നു. അവരുടെ പഠന കാര്യങ്ങളും കളികളും ചർച്ച ചെയ്യാൻ. 1/9/2020 അന്നേ ദിവസം മീറ്റിംഗ് ഉണ്ടാവും എന്ന് കരുതി സാറ വീട്ടിൽ നിന്ന് 12:30 പോകുന്നു. എന്നാൽ അന്നേ ദിവസം സാറയുടെ കൂട്ടുകാർ അപ്രതീക്ഷിതമായി മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. അവർ മാർക്കറ്റിൽ പോയ കാര്യം സാറയെ അറിയിക്കാൻ കൂട്ടുകാരുടെ അമ്മ മറന്നുപോയി. അതിനാൽ സാറ ഒരുപാട് നേരം കൂട്ടുകാരെ കാത്ത് ഒറ്റയ്ക്ക് സീക്രട്ട് ബേസിൽ കാത്തിരുന്നു. സമയം 1 മണിയായപ്പോൾ സാറ വീട്ടിലേക്ക് മടങ്ങുന്നു. സാറ പോകുന്നത് അടുത്തുള്ള വീട്ടിലെ ആളുകൾ കണ്ടതായി സാക്ഷിമൊഴിയും നൽകിയിട്ടുണ്ട്. പോലീസ് കരുതുന്നത് സാറ തിരിച്ചു വീട്ടിൽ പോകവെ കാടിനു ഉള്ളിൽ വെച്ച് ഒരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട സാറ അങ്ങോട്ട് എന്താണ് എന്ന് നോക്കാൻ പോകുന്നു. ഈ സമയം സാറയുടെ തലയ്ക്ക് പിന്നിൽ കില്ലർ ഒരു കരിങ്കല്ല് വെച്ച് അടിക്കുന്നു. സാറയുടെ പാതിബോധത്തിൽ കില്ലർ സാറയെടുത്ത് കാടിനുള്ളിൽ കൊണ്ടുപോകുന്നു. അവിടെ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ വെച്ച് വളരെ ക്രൂരമായി കത്തി ഉപയോഗിച്ച് കുത്തി കൊല്ലുന്നു. എന്നിട്ട് ആ മരത്തിന് ചുവട്ടിൽ 5 അടി ആഴത്തിൽ കുഴിച്ച് സാറയുടെ ബോഡി ഇടുന്നു. 24/9/2020 രാവിലെ 10 മണി കഴിഞ്ഞ് രഞ്ജിത്ത് വിനുവിന്റെ വീട്ടിലെത്തുന്നു. തുടർന്ന് സാറയെക്കുറിച്ച് പോലീസ് റെക്കോർഡ് വെച്ച് പഠിക്കുന്നു രഞ്ജിത്ത്. എന്നിട്ട് രഞ്ജിത്ത് വിനുവിനോട് കേസിനെ കുറിച്ച് ചില ഊഹാപോഹങ്ങൾ പറയുന്നു. ഈ സമയം എല്ലാം വിനു കാര്യമായി ലാപ്ടോപ്പിൽ എന്തോ അന്വേഷിക്കുകയാണ്. ഇത് കാര്യമാക്കാതെ രഞ്ജിത്ത് വിനുവിനോട് പറയുന്നു, എടാ, കില്ലർ ഒരു ക്ലൂ വിട്ടിട്ടുണ്ടെങ്കിൽ കില്ലർ എന്തെങ്കിലും മിസ്റ്റേക്കും വിട്ടിട്ടുണ്ടാകും. 1. കില്ലർ 5 അടി ആഴത്തിൽ കുഴിച്ചത്. 2. കില്ലർ ഷാൾ മുകളിൽ ഇട്ടത്. 3. കില്ലർ ബോഡി ടിന്നിലാക്കാതെ മണ്ണിൽ നേരിട്ട് കുഴിച്ചിട്ടത്. ഈ സമയം വിനു രഞ്ജിത്തിനോട്, എടാ, ഞാൻ സാറയുടെ മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിച്ചു. ഇതിൽ സഞ്ജയ് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ചെയ്തതായി റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാറയുടെ അമ്മ റിനുവിന് അവളുടെ
16-ാം വയസ്സിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതിന്റെ റെക്കോർഡും ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രഞ്ജിത്ത് ഇപ്രകാരം പറഞ്ഞു: ഈ രാത്രി 1 മണി കഴിഞ്ഞ് നമുക്ക് സാറയെ കുഴിച്ചിട്ട കുഴി 1 അടി ആഴത്തിൽ കൂടി കുഴിക്കണം. അതുപോലെ അതിന് അടുത്തുള്ള മരത്തിൽ ഒന്ന് കയറി നോക്കണം. പിന്നെ അതിന് അടുത്ത ദിവസം, അഥവാ 25/9/2020 നമുക്ക് സാറയുടെ പേരൻസിനെ ചോദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് അയൽവാസികളെയും അത് കഴിഞ്ഞ് കൂട്ടുകാരെയും. എന്തോ നമ്മൾ കുഴി തോണ്ടിയാൽ തന്നെ തെളിവ് ലഭിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇപ്രകാരം പറഞ്ഞ് രഞ്ജിത്ത് നിർത്തുന്നു. അങ്ങനെ രാത്രി 1 മണി കഴിഞ്ഞ് അവർ കാട്ടിൽ 6 അടി ആഴത്തിൽ കുഴിച്ചു. അതുപോലെ മരത്തിന് ചുറ്റും പരിശോധിക്കുകയും മരത്തിന് മേൽ കയറി പരിശോധിക്കുകയും ചെയ്തു. പക്ഷെ നിരാശയാണ് കിട്ടിയത്. രഞ്ജിത്തിന്റെ സങ്കടം കണ്ടിട്ടാവണം വിനു വീണ്ടും ആ കുഴിയിൽ തന്നെ കുഴിക്കുന്നു. പക്ഷെ ഇത്തവണ അവർക്കൊരു തെളിവ് ലഭിക്കുന്നു. കില്ലർ കൊല്ലാൻ ഉപയോഗിച്ച കത്തി, കില്ലറിന്റെ കത്തിച്ചു കളഞ്ഞ വസ്ത്രത്തിന്റെ ചാരം, തലയിൽ അടിക്കാൻ ഉപയോഗിച്ച കരിങ്കല്ലും ആ കുഴിയിൽ നിന്ന് തന്നെ അവർ കണ്ടെത്തുന്നു. രഞ്ജിത്ത് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കുറച്ചും കൂടി ആഴത്തിൽ കുഴിച്ചാൽ കിട്ടുമെന്ന്. രഞ്ജിത്തും വിനുവും കൂടി അവരുടെ കൈയടയാളം പറ്റാതെ ആ തെളിവുകൾ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്നു. 25/9/2020 രാവിലെ സാറയുടെ വീട്ടിൽ പോയി രഞ്ജിത്തും വിനുവും പേരൻസിനെ ചോദ്യം ചെയ്തു. എന്നാൽ അവർക്ക് സംശയാസ്പദമായി ഒന്നും ലഭിച്ചില്ല. പിന്നീട് സ്കൂളിൽ പോയി ചോദിക്കുന്നു, അയൽവാസികളോട് ചോദിക്കുന്നു, സാറയുടെ കൂട്ടുകാരോട് വരെ ചോദിക്കുന്നു. എന്നാൽ ഒരു ചെറിയ തെളിവ് പോലും അവർക്ക് എവിടുന്നും ലഭിക്കുന്നില്ല. രഞ്ജിത്ത് പ്രധാനമായും സംശയിച്ചത് സാറയുടെ പേരൻസിനെയാണ്. പേരൻസിനെ സംശയിച്ചത് അവരുടെ ചെറുപ്പകാലം കാരണമാണ്. അവർ ഒരു പ്രാവശ്യം കൂടി സാറയുടെ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് പോകുന്നു. ഇളം ചാറ്റൽ മഴ ആ കാട്ടിൽ പെയ്തുകൊണ്ടിരുന്നു. ഈ സമയം രഞ്ജിത്ത് പാട്ട് കേട്ടും വിനു പാട്ടു കേൾക്കാതെയും സാറയുടെ ബോഡി കിട്ടിയ ആ കുഴിയിൽ നോക്കി വിഷമിച്ചു നിന്നു. ഈ സമയം വിനുവിന്റെ തലയിൽ കില്ലർ ഒരു വടി വെച്ച് അടിച്ചു മയക്കുന്നു. അത് കഴിഞ്ഞ് രഞ്ജിത്തിന്റെ തലയിലും. എന്നിട്ട് അവരെ എടുത്ത് കില്ലറിന്റെ ബേസിൽ കൊണ്ടുപോകുന്നു. അല്പനേരത്തെ മയക്കത്തിനു ശേഷം രഞ്ജിത്തും വിനുവും ഉണർന്നു. ഈ സമയം കില്ലർ പറയുന്നു, നിങ്ങൾ നിജയുടെ കേസ് അന്വേഷിക്കുമ്പോഴേ ഞാൻ നിങ്ങളെ നോട്ടമിട്ടതാ. ഇതാ ഇപ്പൊ ഈ സാറയുടെ കേസ് വരെ എത്തി. ഇനി ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. വളരെ ക്രൂരമായി മരിക്കണ്ടെങ്കിൽ സാറയുടെ കുഴിയിൽ നിന്ന് കിട്ടിയ തെളിവ് മര്യാദയ്ക്ക് തന്നോ. ഇല്ലെങ്കിൽ രഞ്ജിത്ത് തരില്ല എന്ന് പറഞ്ഞു. കൂടെ ഇനി അത് ആർക്കും ലഭിക്കുകയുമില്ല. അത് എപ്പോഴോ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇപ്രകാരം കള്ളം പറഞ്ഞു. ഈ സമയം ദേഷ്യം വന്ന കില്ലർ അവരെ കൊല്ലാൻ കത്തിയെടുത്തു വന്നു. ഈ സമയം വിനു, ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പായി ധൈര്യമുണ്ടെങ്കിൽ നീ എന്തിനിത് ചെയ്യുന്നു എന്ന് പറ. മരിക്കാൻ പോകുന്നവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം എന്ന മനോഭാവത്തിൽ കില്ലർ പറയുന്നു. ഈ നിജയെ അറിയില്ലേ? നിജ, അവൾ ഒരിക്കൽ ഒറ്റയ്ക്ക് പാർക്കിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയം ഞാൻ പോയി കാര്യം തിരക്കി. അങ്ങനെ ഞാൻ അവളെ കുറിച്ച് മനസ്സിലാക്കി. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഒരാളെ ദ്രോഹിച്ച് അയാളുടെ സങ്കടങ്ങൾ കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തണമെന്ന്. പക്ഷേ ഞാൻ എല്ലാവരുടെ മുന്നിലും നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് സാധിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു കരുവായി നിജയെ ഉപയോഗിച്ചു. ഒരിക്കൽ നിജ ഞങ്ങളെ തന്നെ എതിർത്തുന്നേ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി നോക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ മെല്ലെ അവളുടെ അച്ഛനെയും അമ്മയും ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ കൈ ഉപയോഗിച്ച് തന്നെ നിജയെ കൊന്നുകളഞ്ഞു.
തലയിലെ നരമ്പുകൾ വലിഞ്ഞു മുറുകി അവ പൊട്ടി. രഞ്ജിത്ത് പറഞ്ഞു, എടാ, ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയടാ, എന്തിനാടാ സാറയെ കൊന്നത്? ഈ സമയം കൊലച്ചിരി ചിരിച്ചുകൊണ്ട് കൊലയാളി പറഞ്ഞ കാര്യം കേട്ട് രഞ്ജിത്തും വിനുവും നെട്ടി. സാറ ഒരിക്കൽ കില്ലേഴ്സ് നിജയോട് ചെയ്യുന്ന പ്രവൃത്തി കാണാനിടയായി. സാറ കില്ലേഴ്സിനെ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം കില്ലേഴ്സ് സാറയെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. കില്ലേഴ്സിന് സാറയെ നന്നായി അറിയാമായിരുന്നു. അതിനാൽ കില്ലേഴ്സിന് നിജയെ കൊല്ലുന്നത് വളരെ സുഖമായിരുന്നു. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി 11 മണിയാകുമ്പോൾ കില്ലേഴ്സ് സാറയുടെ വീട്ടിൽ പോകുന്നു. എന്നിട്ട് അവരെ കൂട്ടി മാളിൽ കൊണ്ടുപോകുന്നു. മാളിലെ CCTV നിരീക്ഷിച്ചിരുന്ന വിനുവിന് അവർ ആരാണെന്ന് മനസ്സിലായി. സിൽജ, സിഗ്ന, നിജയുടെ അയൽവാസികൾ, സാറയുടെ കൂട്ടുകാരുടെ ഒരു ബന്ധുവും. കില്ലേഴ്സും സാറയുടെ കൂട്ടുകാരും ഒരുമിച്ച് മാളിൽ കയറുന്നു. തുടർന്ന് അല്പനേരത്തിനു ശേഷം സിൽജ CCTVയിൽ പെടാതെയും ആരും കാണാതെയും മാളിൽ നിന്ന് പോകുന്നു. സാറ കൂട്ടുകാരെ കാണാതെ വീട്ടിൽ പോകുന്ന വഴി കാട്ടിൽ ഒരു ഒച്ചപ്പാട് സിൽജ ഉണ്ടാക്കുന്നു. അത് നോക്കാൻ വന്ന സാറയുടെ തലയിൽ സിൽജ കല്ലുവെച്ചടിക്കുന്നു. എന്നിട്ട് കാടിന് ഉള്ളിൽ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ട് തിരിച്ച് ആരും കാണാതെ സിൽജ മാളിൽ കയറുന്നു. എന്നിട്ട് എല്ലാവരുടെയും കൂടെ മാളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അല്പനേരത്തിനു ശേഷം ആരും കാണാതെ സിൽജയും സിഗ്നയും വീട്ടിൽ പോകുന്ന വഴി കാട്ടിൽ പോയി അവർ കരുതി വെച്ചിരുന്ന വസ്ത്രമിട്ട് സാറയെ അതിക്രൂരമായി കത്തിയുപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു. മുമ്പേ തയ്യാറാക്കി വെച്ച കുഴിയിൽ ആദ്യം കൊല്ലാൻ ഉപയോഗിച്ച തെളിവുകൾ ഇട്ട് കുറച്ച് മൂടുന്നു. അത് കഴിഞ്ഞ് സാറയുടെ മരിച്ച നിലയിലുള്ള ബോഡി ഇട്ട് മൂടുന്നു. എന്നിട്ട് പോലീസ് നായ കണ്ടെത്തണമെന്ന മനോഭാവത്തിൽ സാറയുടെ ചുരിദാറിന്റെ ഷാൾ മുകളിലായി ഇടുന്നു. സിൽജ കത്തിയെടുത്ത് രഞ്ജിത്തിനെയും വിനുവിനെയും കൊല്ലാൻ വേണ്ടി എടുത്തു. ഈ സമയം പുറത്ത് ഒരു ഗൺ ട്രിഗറാകുന്ന ശബ്ദം വിനു കേട്ടു. അധികം വൈകിയില്ല. പൊളിച്ചുകൊണ്ട് ഒരു രക്ഷകനെ പോലെ ജിത്തുവും മറ്റു പോലീസുകാരും വന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജിത്തു രഞ്ജിത്തിനെയും വിനുവിനെയും പിടിച്ചു നിർത്തി ഇപ്രകാരം പറഞ്ഞു: വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ സ്വന്തം ജീവൻ കളഞ്ഞുള്ള ഈ കേസ് അന്വേഷണം ഇവിടെ നിർത്തുക. ഞങ്ങൾ മറ്റേ എത്താൻ വൈകിയിരുന്നെങ്കിൽ പറയണ്ടല്ലോ. ഈ കേസിന് പിന്നാലെ നടക്കരുത്. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. ഇനി രക്ഷിക്കാൻ ഞങ്ങൾക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ കേസ് കഴിഞ്ഞാൽ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം. ജീവൻ കളഞ്ഞ് 2 കില്ലേഴ്സിന് പിടിച്ചതല്ലേ, ഒരു സമ്മാനം തരാനാ. ഓക്കെ? ഈ സമയം ജിത്തുവിനോട് രഞ്ജിത്ത് ചോദിക്കുന്നു, ഞങ്ങളെ എങ്ങനെ കണ്ടെത്തിയെന്ന്. ഈ സമയം ജിത്തു പറയുന്നു, നിജയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കുട്ടികളെ ചോദ്യം ചെയ്തിരുന്നു. ഈ സമയങ്ങളിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവരെ 2 മുറിയിലാക്കിയാണ് ചോദ്യം ചെയ്തിരുന്നത്. അതിനാൽ ആ സമയങ്ങളിലൊക്കെ അവരുടെ മറുപടികൾ പരസ്പരം ഒത്തുപോകുന്നേ ഉണ്ടായിരുന്നില്ല. അതിനാൽ സാറയെ കാണാതായ ദിവസം അവരുടെ സഞ്ചാരം ഞങ്ങൾ ചെക്ക് ചെയ്തു. അവരിൽ ഒരാൾ മാളിൽ 1.5 ഹവേഴ്സ് സമയം ഇല്ലാത്തതിന്റെ ഒരു അഭാവം ഞങ്ങൾ CCTVയിൽ കണ്ടു. കൂടാതെ അവരിൽ ഒരു കുട്ടിയുടെ കാലിൽ തിരിച്ചു പോകുമ്പോൾ ചളി പറ്റിയതായി ഒരു സ്റ്റാഫും പറഞ്ഞു. തുടർന്ന് ചോദ്യം ചെയ്യാനാണ് ഞങ്ങൾ അവരെ തേടി വന്നത്. ആ സമയമാണ് നിങ്ങളുമായി അവർ സംസാരിക്കുന്നതെല്ലാം ഞങ്ങൾ കേൾക്കാൻ ഇടയായത്. പിന്നെ ആ കുഴിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഈ കോൺസ്റ്റബിളുടെ കയ്യിൽ കൊടുത്തേക്കണം. ഓക്കെ? ഇത്രയും പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെയും വിനുവിനെയും കോൺസ്റ്റബിളുടെ ഒപ്പം പറഞ്ഞു വിട്ടു. വീട്ടിലെത്തിയ വിനുവും രഞ്ജിത്തിനും ഒരുപോലെ വീട്ടിൽ നിന്ന് ചീത്ത കേട്ടു. സമയം 12 ആയപ്പോൾ വിനു രഞ്ജിത്തിന് മെസ്സേജ് അയക്കുന്നു.